ഹലോ, അങ്ങനെ ഗുഡ് ബാഡ് അഗ്ലി കണ്ടു. വിഷ്വൽ കണ്ട എല്ലാ പടങ്ങളിലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പടം ഇത് മാത്രമാണ്. സൂപ്പറാന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളൊരു അജിത് ഫാൻ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അത്രത്തോളം കരിസ്മയുണ്ട് സിനിമയ്ക്കകത്ത്, മാസ് ഉണ്ട്, മ്യൂസിക് ഉണ്ട്. അതിക് രവിചന്ദ്രനാണ് ഈ പടത്തിൻ്റെ ഡയറക്ടർ. മാർക്ക് ആൻ്റണി എടുത്ത അതേ ഡയറക്ടറാണ്. മെയിൻ വില്ലനായിട്ട് വരുന്ന അർജുൻ ദാസിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിൾ സ്റ്റോറിയാണ്. വിശ്വാസം കണ്ടിട്ടുണ്ടെങ്കിൽ വിശ്വാസത്തിനകത്ത് മകൾക്ക് വേണ്ടിയിട്ട് വയലൻസ് സ്റ്റാർട്ട് ചെയ്യുന്നു അജിത് കുമാർ. ഇതിൽ മകന് വേണ്ടിയിട്ട് വയലൻസ് സ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷേ എനിക്ക് കണക്റ്റ് ആവാൻ കാരണം എന്ന് വെച്ചാൽ അജിത്തിൻ്റെ പല പടങ്ങളും ഞാൻ പണ്ടത്തെ കണ്ടിട്ടുണ്ട്. ബില്ല, റെഡ്, ഈ പടങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് അമർക്കളം, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കുറേ ന്യൂവാൻസസും പിന്നെ ഡയലോഗ്സും എല്ലാം കൂടെ കൂടിയിട്ട് ഈ പടത്തിനെ നല്ല രീതിയിൽ അവർ റെൻഡർ ചെയ്തിട്ടുണ്ട്. തൃഷ കുറച്ച് വെറുപ്പിച്ചിട്ടുണ്ട്, പക്ഷേ അജിത് കുമാറും തൃഷയുടെ ആ ഒരു കപ്പിൾ കോമ്പിനേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സോ ഇറ്റ് വാസ് ഗുഡ്. പല ഗസ്റ്റ് അപ്പിയറൻസ് ഉണ്ട്, യോഗി ബാബു, സിമ്രൻ. പടം എൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ തിയേറ്ററിൽ തന്നെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് ഇത് ഷൂട്ട് ചെയ്തേക്കുന്നത്. അതിനകത്ത് നമുക്ക് മനസ്സിലാവും ആദിക് ഡയറക്ടർ എത്രത്തോളം എൻജോയ് ചെയ്തു ഈ പടം എടുക്കാനും. ഞാനിപ്പോൾ ഒരു ഡിസ്ക്ലെയിമർ പറയുന്നു, അജിത്തിൻ്റെ ഫാൻസ് അല്ലെങ്കിൽ അജിത്തിൻ്റെ പണ്ടത്തെ പടങ്ങളൊന്നും കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ റിലേറ്റ് ചെയ്യുന്നു വരത്തില്ല. വളരെ സിമ്പിൾ സ്റ്റോറിയാണ്, പക്ഷേ നല്ല രീതിയിൽ മാസ്സായിട്ടാണ് പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നെസ്ലിൻ്റെ ഇതിനകത്തൊരു പാട്ട് ചെയ്യാനിരുന്നതാണ് അജിത് കുമാറിൻ്റെ മകനായിട്ട്, പക്ഷേ ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് തോന്നുന്നു ജിംഖാന ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാഞ്ഞത്. എനിക്ക് ഇങ്ങനെയുള്ള ജോണേഴ്സ് വളരെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെടാൻ കാരണം. നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെയുള്ള ജോണേഴ്സ് ഇഷ്ടപ്പെടത്തില്ല, ബിക്കോസ് കുറേ മാസും മസാലയും പിന്നെ കുറച്ച് കോമഡിയും പാട്ടുകളും എല്ലാം കൂടെ ഒക്കെ മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടെ ഒരു മാസ് മസാലയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാമെന്ന് വരത്തില്ല. ഈ പടത്തിന് 5 3.5 കൊടുക്കുന്നു. അപ്പോൾ അടുത്ത പടത്തിന് റിവ്യൂ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ.